പ്രശസ്ത നയതന്ത്രജ്ഞൻ ടി പി ശ്രീനിവാസൻ കൂടി നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ. ശരിക്കും നമ്മൾ നേരം വെളുത്ത് ഗാന്ധിജിയെക്കുറിച്ചും ഗാന്ധിസത്തെക്കുറിച്ചും ഒക്കെ പറയാനായിട്ട് മോർണിംഗ് ഷോയിലേക്ക് കയറി വന്നതാണ്. പക്ഷേ പശ്ചിമേഷ്യയിൽ ഇത്രയും വലിയൊരു സംഘർഷം നടക്കുകയും കനത്ത ഈ മിസൈൽ ആക്രമണം നടക്കുകയൊക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നു. താങ്കളുടെ ദൃഷ്ടിയിൽ താങ്കളുടെ ഈ അന്തർദേശീയ അനുഭവ സമ്പത്ത് വെച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു ഇറാൻ്റെ ഈ അറ്റാക്ക് ടെൽ-അവീവിലും മറ്റ് പ്രദേശങ്ങളിലേക്ക് നടത്തിയ മിസൈൽ അറ്റാക്ക് ഏത് വിധമാണ് ഇനി ഭാവിയിൽ അത് നേരെയാകാൻ പോകുന്നത്, അല്ലെ വഷളാക്കാൻ പോകുന്നത്? ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ഇസ്രായേലിന്റെ പെരുമാറ്റം വളരെ ക്രൂരമായിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിനാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രമിക്കുന്നതും എല്ലാം. പക്ഷേ അത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ വഷളാവുകയാണ്. ഒരു അൺപ്രീസിഡന്റഡ് സിറ്റുവേഷൻ എന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെ വിദഗ്ധർ വിവരിക്കുന്നത്. കാരണം ഇതുപോലെ ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടായിട്ടില്ല. 100 മിസൈൽ ഇസ്രായേലിലേക്ക് അയക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് രാവിലത്തെ റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നത് ഒരു വലിയ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അത് അവർ പറയാത്തതാണോ ഇല്ലയോ എന്നില്ല. കാഷ്വാലിറ്റീസ് നോട്ട് റിപ്പോർട്ടഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ 100 മിസൈൽസ് ഇസ്രായേലിലേക്ക് പോയിട്ട് ഒരു കാഷ്വാലിറ്റിയും ഇല്ലേ? അപ്പോൾ എന്തായാലും ഇതൊരു വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷെ അത് കണ്ടെയ്ൻ ചെയ്യാനായിരിക്കും രണ്ട് സൈഡിലും ശ്രമിക്കുക. ഇറാനായാലും ഇസ്രായേൽ ആയാലും ഒരു ഓൾ ഔട്ട് വാറിന് അവർ തയ്യാറാവില്ല. ഒരു ടിറ്റ് ഫോർ ടാറ്റ് കൈൻഡ് ഓഫ് ഫൈറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു അവർ ആക്രമിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള നടപടികളും അവരെടുത്തിരിക്കും. പിന്നെ ഇവിടെ അമേരിക്കയുടെ പൊസിഷനാണ്. അമേരിക്ക ഇസ്രായേലിനെ റിസ്ട്രെയിൻ ചെയ്യാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ കാലത്ത്. പക്ഷെ ഇതോടുകൂടി അമേരിക്കയുടെ നയം മാറുകയാണ്. പ്രസിഡന്റ് ബൈഡൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇസ്രായേലിന്റെ കൂടെയാണ്. And he has said that Iranian missiles should be shot down എന്ന് പ്രസിഡന്റ് ബൈഡൻ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രഡീഷണൽ സപ്പോർട്ട് ഇസ്രായേലിനുള്ളത് കുറഞ്ഞിട്ടില്ല അമേരിക്കയിൽ. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഒരിക്കലും ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോവുകയില്ല. കാരണം ആരുടെ കയ്യിലാണ് ഏത് ആയുധങ്ങൾ എന്നറിയില്ലല്ലോ. അപ്പോൾ ഒരു വളരെ ഗുരുതരമായ ഒരു അന്തരീക്ഷമാണ് നമ്മളുള്ളത്. ഒന്നും പെട്ടെന്ന് മാറാൻ പോകുന്നില്ല. ഇസ്രായേൽ നെതന്യാഹുവിനോട് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യുദ്ധം നിർത്താൻ സാധ്യമല്ല. കാരണം അത് അദ്ദേഹത്തിന്റെ അവസാനമായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഈസ് റൈഡിങ് എ ടൈഗർ നമ്മൾ പറയാറില്ലേ, അതാണിപ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉടനെ കാര്യങ്ങൾ ബെറ്റർ ആവുകയില്ല. പക്ഷെ കൂടുതൽ വഷളാവുകയില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.